അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു നേതാക്കളെ, ഉലമാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഫാദില സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും രക്ഷിതാക്കളുമായ സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ച് തരുമാറാവട്ടെ. അതിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫാദില എന്ന സംവിധാനം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. സ്വാഗത പ്രസംഗം മുതൽ ഇവിടെ വിശദീകരിച്ചു. അതിൻ്റെ ആവശ്യകതയും സമസ്ത അതിൽ ഇറങ്ങാനുണ്ടായ കാരണമൊക്കെ അതാണ്. സ്ത്രീകൾക്ക് 2 വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിലൊക്കെ കുറേ ഡിമാൻഡുകളാണ്, കിട്ടാനൊക്കെ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ കുട്ടികളൊക്കെ പുറത്തായിരുന്നു. അവരെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സഹിലായ, ഒരു എളുപ്പമുള്ള ഒരു കോഴ്സ് എന്ന നിലക്കാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. എങ്കിലും ക്രമേണ അതിൻ്റെ അച്ചടക്കവും കാര്യമൊക്കെ നിലനിർത്താനും സ്റ്റാൻഡേർഡ് ഉയർത്താനും വേണ്ടി ക്രമേണ അതിലേക്ക് ആളുകൾ ആകർഷിക്കുന്നതിൻ്റെ തോതിനനുസരിച്ച് അതിൻ്റെതായ നിലവാരവും ഉയർത്തിക്കൊണ്ട് വരും ഇൻഷാ അല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആക്ഷേപിക്കാറുണ്ട് സമസ്തയെക്കുറിച്ച്. അവർ പയഞ്ചന്മാരാണ്, സ്ത്രീകളെ രംഗത്തിറക്കാത്തവരാണ്, പഴയ കൂട്ടരാണ്, പഠിപ്പിക്കാത്തവരാണെന്നൊക്കെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവിടെ പ്രചരണം നടത്തിയത് സ്ത്രീകൾ തന്നെയാണ്. റസൂലുള്ളാഹിയുടെ ഹദീസുകളൊക്കെ ഇവിടെ വിവരിച്ച് കൊടുത്തത് റസൂലുള്ളാഹിയുടെ ഭാര്യമാരും അവരോട് ബന്ധപ്പെട്ട സ്ത്രീകളുമാണെന്നൊക്കെ നമുക്കറിയാം. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുതിർന്ന സഹാബാക്കൾ ആണുങ്ങളൊക്കെ സംശയ നിവാരണം നടത്തിയിരുന്നത് ആയിഷ ബീവിയെ പോലെയുള്ള, ഉമ്മു സലമയെ പോലെയുള്ള മഹദികളോടായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും സമസ്ത എതിരല്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം കൂടിയാണിത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ഇസ്ലാമിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന പ്രവണതകളാണ് നാട്ടിലൊക്കെ നടക്കുന്നത്. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പുച്ഛിക്കുന്ന, അതിനെ പഴഞ്ചനാക്കി തള്ളുന്ന, ഇന്നത്തെ കാലഘട്ടത്തോട് യോജിക്കാത്ത എന്ന് പറഞ്ഞുകൊണ്ട് നിരാശം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോകാടിസ്ഥാനത്തിൽ അങ്ങനെയാണ്. സ്ത്രീകൾ എന്താണെന്നും പുരുഷൻ എന്താണെന്നും ഉള്ളത് ഇസ്ലാം ഇവിടെ നിർണയിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ധർമ്മങ്ങൾ എന്താണെന്നും ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ ഇവിടെ നിർവഹിച്ചു തന്നിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. അതാണ് ഇതുവരെ ഇവിടെ പറഞ്ഞത്. ജലാബീബിനെക്കുറിച്ചും അതുപോലുള്ള മറയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ പത്രങ്ങൾ നമ്മളെ കുട്ടികളുടെ വായിക്കാൻ പറ്റാത്ത പത്രമാണ് കുറച്ച് ദിവസമായി വരുന്നത്. നമുക്കറിയാലോ, സിനിമാ രംഗത്ത് പെണ്ണുങ്ങളുടെ കഥ, പെണ്ണുങ്ങളും ആണുങ്ങളുടെ കഥ. ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ മാതൃകാ പുരുഷരെന്ന് കണക്കാക്കുന്ന നമ്മുടെ എന്തായാലും പറയുക, വലിയ സാംസ്കാരിക നായകന്മാരായിട്ട് നമ്മളൊക്കെ കണക്കാക്കി. നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ലോകത്ത് ആ കൂട്ടർ കണക്കാക്കിയത് അവരെയാണ് നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. അവരുടെ വേഷം, നമ്മളെ കുട്ടികളുടെ തലയൊക്കെ നോക്കിയാൽ അങ്ങനെയുള്ള മഹാന്മാരായ നായകന്മാരുടെ തലയാണ് നമ്മളുടെ കുട്ടികളുടെ തല. അവരുടെ വസ്ത്രങ്ങൾ അങ്ങനെയാണ്, നടപടികളൊക്കെ അങ്ങനെയാണ്. ആ രൂപത്തിൽ അവരെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നമ്മളെ പെൺകുട്ടികളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊരു അനുകരണീയമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള വിശ്വാസം. അങ്ങനെ വരുന്ന ഈ കാലഘട്ടത്തിലാണ് എല്ലാം പൊളിച്ചെഴുതുന്ന, 4 ആൾ കൂടിയെടുത്ത് ഉറക്കെ വായിക്കാൻ പറ്റാത്ത പത്രത്താളുകളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടിതുണ്ടായി എന്ന് ചോദിച്ചാൽ, പെണ്ണുങ്ങളെ രംഗത്തിറക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മേഖല സിനിമാ രംഗമാണ്. സിനിമയും നാടകവും ഒക്കെ തന്നെയാണ്. അതിര് കവിഞ്ഞുകൊണ്ട് എല്ലാ വരമ്പുകളും ഭേദിച്ചുകൊണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചിലരൊക്കെ സംശയിക്കാറുണ്ടായിരുന്നു. ആ ഉള്ളിൽ ഇതിനേക്കാൾ വലിയ എന്താ പറയുക, നൈറ്റ് ക്ലബ്ബുകളെക്കാളൊക്കെ വലിയ രൂപത്തിലുള്ള തുറന്ന് പറയാൻ പറ്റാത്ത പത്രം എടുത്ത് നമ്മുടെ മുമ്പിൽ പരസ്യമായി വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാമിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സമയമാണിത്. പെണ്ണുങ്ങൾ എങ്ങനെ നിൽക്കണം, പെണ്ണുങ്ങൾ എങ്ങനെ നടക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അത് ജീവിക്കണം. ആ ജീവിതത്തിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം.
ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മാത്രം പോകും നമ്മളെ പെൺകുട്ടികൾ. അവർക്ക് അനുകരിക്കാനുള്ളതാണ്, കേൾക്കാനുള്ളതും പഠിക്കാനുള്ളതും അത് മാത്രമാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ഈ ക്യാമ്പസുകളിലേക്ക് ഈ കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കുട്ടികളായി ജീവിച്ച് ഇസ്ലാമിൻ്റെ കുട്ടികളായി മരിക്കാൻ വേണ്ട സംവിധാനം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു ജോലിയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജോലി ഉണ്ടെങ്കിൽ അതിന് പറ്റി അനുയോജ്യമായ ജോലി ഉണ്ടെങ്കിൽ നടന്നോട്ടെ എന്നല്ലാതെ നമ്മളെ മുഖ്യമായ ലക്ഷ്യം ഈ വളരുന്ന പെൺകുട്ടികളുടെ ഒരു ഉമ്മയാണ്, കുടുംബിനിയാണ്. അവിടെ ഒരു കുടുംബം വളരണം, കുട്ടികൾ വളരണം, സാഹചര്യങ്ങൾ ആ നിലക്കുള്ള രൂപത്തിൽ ഇവിടെ വളരണം. അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ നിലനിർത്താൻ പറ്റിയ ഒരു കുടുംബിനിയായിക്കൊണ്ട് കുട്ടി വളരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോഴേ ഈ സമൂഹം ഇവിടെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരൊറ്റ ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാതെ സമസ്തയുടെ മുന്നിൽ വേറൊരു കാര്യലക്ഷ്യമില്ല. അതുപോലെ പല കോഴ്സുകളും വേറെയുണ്ട്. സമസ്തക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ ഇപ്പോൾ SNEC ഉണ്ട്, അവിടെയും പെൺകുട്ടികളുടെ പഠനമുണ്ട്, ആൺകുട്ടികളുടെ ഇതുണ്ടൊക്കെ ഉണ്ട്. എല്ലായിടത്തും ആൺകുട്ടികൾ എങ്ങനെയായിരിക്കണം പെൺകുട്ടികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വളരെ വ്യക്തമായ വേർതിരിവോടുകൂടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഇവിടെ പെൺകുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഓലെ കണ്ട് വിളിച്ചിട്ടാക്കാത്ത എന്താണെന്നൊക്കെ ചിലർ ചോദിക്കും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളെന്താക്കണം, ഇതിനൊക്കെ ചില അച്ചടക്കങ്ങളുണ്ടല്ലോ. അതാണ് പെൺകുട്ടികളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സന്നിധി തരാൻ, നിങ്ങൾ കൈയോട് ഇവിടെ വാങ്ങാൻ, സ്റ്റേജിൽ കയറി വാങ്ങാൻ, ഇതൊക്കെ ഇന്നത്തെ ഈ സിനിമാ ലോകം പോലത്തെ സോഷ്യൽ മീഡിയകളൊക്കെ കണ്ടാൽ നമ്മൾ പരിഹസിക്കും. നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കുട്ടീനെ ഇറക്കി വിട്ട ഒരു സംഭവം. ആ സംഭവത്തിന് സോഷ്യൽ മീഡിയകളൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ചിലതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പരിധികളും പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതാണല്ലോ ഇസ്ലാം. ആ നിലക്കുള്ള ഒരു ജീവിത ചിട്ട ഉള്ള കുറേ പെൺകുട്ടികളെ സൃഷ്ടിക്കുക. നമ്മളെ കുട്ടികൾ ഇസ്ലാമിൻ്റെ മുറ്റത്ത് ജനിച്ച കുട്ടികളാണെങ്കിൽ ഇസ്ലാമിൻ്റെ മുറ്റത്ത് തന്നെ മരിക്കുന്നത് വരെ വളർന്നുകൊണ്ട് മുസ്ലിമായി മരിക്കണം എന്ന ഉദ്ദേശം നമുക്കുള്ളൂ. ആ ഉദ്ദേശം വിജയിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.